അയാളില്ലാത്ത ബ്രസീൽ. കഴിഞ്ഞ കുറെ വർഷങ്ങളായി ബ്രസീൽ ദേശീയ ടീമിന്റെ ജേഴ്സിയിൽ നിറം മാത്രമല്ലല്ലോ, നന്മയും സ്വപ്നങ്ങളും അവൻ നിറച്ചിരുന്നില്ലേ? പച്ചയും മഞ്ഞയും ചേർന്ന ആ ജേഴ്സിക്ക് അർത്ഥം കിട്ടിയതിൽ നെയ്മറിന്റെ പേരിനും മുഖത്തുള്ള ആ നിർഭാഗ്യത്തിനും അതിൻ്റെതായ ഇടമുണ്ട്. നെയ്മറില്ലാത്ത ബ്രസീൽ ഒരുപക്ഷെ തന്ത്രപരമായി ഒരുക്കിയ ടീമായിരിക്കാം, പക്ഷേ അത് ഹൃദയമില്ലാത്ത ശരീരമല്ലേ? ഒരു പന്തെടുത്ത് ക്രമേണ മുന്നോട്ടു പോകുമ്പോൾ പടപട വെള്ളം പോലെ കോർത്തിണക്കുന്ന ആ സൃഷ്ടി, അതിന്റെ ഒടുവിൽ കൺമുന്നിൽ വന്നു ചേരുന്ന പോലെയുള്ള ഗോളുകൾ, ആ മനോഹാരിതയ്ക്കിപ്പോൾ ദൂരം ഏറിയതായി അനുഭവപ്പെടുന്നു. ഓരോ വലിയ മത്സരത്തിനും മുമ്പ് പന്ത് കാൽവശം ചലിപ്പിക്കുന്ന അയാളുടെ നൊമ്പരവും പ്രതീക്ഷയും കണ്ടാണ് ലോകം മുങ്ങിയിരുന്നത്. പക്ഷേ ഇന്ന് ആ വീഴ്ചയുടെ കിനാവിന്റെയും ഇടയിൽ ഒരു ശൂന്യതയില്ലേ? പന്ത് മുന്നോട്ടു പോകുമ്പോൾ കാണുന്നില്ല. പതിവ് പോലെ അവന്റെ കണ്ണുകളിലെ തീ പിടിച്ച പോരാട്ടവുമില്ല. തലകുനിയുന്ന പ്രതിരോധത്തെയും കളിയാക്കി ചിരിച്ചു വിടവാങ്ങുന്ന അത്ഭുത ബുദ്ധിയുമില്ല. നെയ്മർ ഇല്ല, അത്രമേൽ പറഞ്ഞാൽ പുറത്തുനിന്ന് കാണുന്നവർക്ക് ചെറിയ കാര്യമായി തോന്നാം. പക്ഷേ ഓരോ ബ്രസീൽ ആരാധകന്റെയും ഹൃദയത്തിൽ ഈ വാക്കുകൾ ഒരു കനത്ത ഭാരം തന്നെയാണ്. ലോകകപ്പും കോപ്പ അമേരിക്കയും പോലെ വലിയ വേദികളിൽ ഓരോ തവണയും അയാൾ ചുണ്ടിൽ ചിരിയോടെ ഇറങ്ങുമ്പോൾ ഒരു ശാന്തതയുണ്ടായിരുന്നു. ഇന്ന് എന്തായാലും അവനുണ്ടല്ലോ എന്നുള്ള ആത്മവിശ്വാസം. ഇന്നാ ശാന്തതയില്ല. പന്ത് മുന്നോട്ട് വരുമ്പോൾ ഒരു നിമിഷം കണ്ണുകൾ അവനെ തിരയുന്നു. ഡ്രിബിൾ ഇടവേളകളിൽ ഹൃദയം വല്ലാതെ ചോദിക്കുന്നു, അവൻ ഉണ്ടായിരുന്നെങ്കിൽ. മുന്നറിയിപ്പില്ലാതെ കളം മാറുന്നത് പോലെ ഇപ്പോഴത്തെ ബ്രസീലിന്റെ മുഖവും മാറിയിരിക്കുന്നു. അതിനൊപ്പം തന്നെയാണ് ആരാധകരുടെ മനസ്സിലും അടങ്ങിയിരിക്കുന്ന പേടി. നെയ്മറില്ലെങ്കിൽ ഈ ടീമിനെ വലിയ വേദികളിൽ സമ്മർദ്ദം നേരിടാൻ കഴിയുമോ? അയാളില്ലെങ്കിൽ ആ മാജിക് ഉണ്ടാകുമോ? അയാളില്ലെങ്കിൽ തങ്ങളുടെ രാജ്യത്തെ വീണ്ടും കിരീടത്തിലേക്ക് നയിക്കാൻ ആർക്കാകും? ഓരോ കളിയിലും ആരാധകർ ഒരുപാട് പ്രാർത്ഥനകൾ ചൊരിയുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ നെയ്മർ കളത്തിലില്ലല്ലോ. അത് കാണുമ്പോൾ പോലും സ്റ്റേഡിയത്തിന്റെ ഒരു മൂലയിൽ വേദനയും ഉറച്ച വിശ്വാസവും നിറഞ്ഞ കണ്ണുകളുണ്ട്. ഒരിക്കൽ അവൻ തിരിച്ചെത്തും എന്ന് കരുതുന്നവർ. പ്രതീക്ഷകളും സ്വപ്നങ്ങളും അണികൾക്കിടയിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുമ്പോൾ നെയ്മറില്ലാത്ത ബ്രസീൽ ഒരു അപൂർണ കഥയാണ്. അതിലെ ഓരോ പേജിനും അവന്റെ അക്ഷരങ്ങൾ വേണം. ഇനിയും നെയ്മർ തിരിച്ചു വരുമോ അതറിയില്ല. പക്ഷേ അവന്റെ അഭാവം ബ്രസീലിന്റെ കളിയിൽ വേദനയുടെ ദ്രവ്യമാക്കുന്നു. ഓരോ ആരാധക ഹൃദയത്തിനും ശമിക്കാത്ത ശൂന്യത പകരുന്നു. അയാൾ ഇന്നില്ല, പക്ഷേ ഞങ്ങൾ കാത്തിരിക്കുന്നു ഒരിക്കൽ കൂടെ അയാളുടെ മായാജാലം കാണാൻ, അയാളുടെ കാലുകളിലെ ശേഷിക്കുന്ന മനോഹര ഫുട്ബോൾ കാണാൻ.